ആനബെൽ കേഴ്സ്. അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു ടൂറിസ്റ്റ് അമേരിക്കയിലെ കണക്റ്റിക്കട്ടിലുള്ള വാറൻസിന്റെ ഒക്കൾട്ട് മ്യൂസിയം സന്ദർശിക്കാനെത്തി. ഈ മ്യൂസിയത്തിലാണ് ദുർമന്ത്രവാദം നടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന അതീവ അപകടകാരിയായ അനബെൽ പാവയെ സൂക്ഷിച്ചിരുന്നത്. ഈ ടൂറിസ്റ്റ് ഭയപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഈ പാവയുടെ മുമ്പിൽ നിന്ന് ചിരിക്കുകയും അതിനെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഈ സംഭവത്തിനു ശേഷം അയാൾ മ്യൂസിയത്തിൽ നിന്ന് മടങ്ങുമ്പോൾ ഒരു മോട്ടോർ സൈക്കിൾ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു. ഈ കഥയുടെ മറ്റൊരു വകഭേദം ഇങ്ങനെയാണ്. മ്യൂസിയത്തിലെ ഒരു താൽക്കാലിക ജീവനക്കാരന് അനബെൽ പാവയെ സൂക്ഷിച്ചിരുന്ന ഗ്ലാസ് പെട്ടി വൃത്തിയാക്കാൻ ചുമതല ലഭിച്ചു. അയാൾ പെട്ടിയുടെ മുന്നിൽ നിന്ന് തുണികൊണ്ട് വൃത്തിയാക്കുമ്പോൾ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. പെട്ടെന്ന് പാവയുടെ തല ചെറുതായി ചലിക്കുന്നതുപോലെയും തോന്നി. ഇതെല്ലാം കണ്ട് പേടിച്ചരണ്ട, അയാൾ പെട്ടെന്ന് ജോലി തീർത്ത് അവിടെ നിന്ന് പോവുകയായിരുന്നു. അതേ ദിവസം രാത്രിയിൽ ഒരു കാർ അപകടത്തിൽപ്പെട്ട് അദ്ദേഹത്തിന് കാലിന് ഒടിവുണ്ടായി. ഈ സംഭവങ്ങളൊന്നും വാറൻസ് എന്ന ദമ്പതികൾക്ക് നേരിട്ട് അനുഭവപ്പെട്ടതല്ല. അവർ പലപ്പോഴും പറയുന്ന ഈ കഥകളിലെല്ലാം ഈ പാവയുടെ ദുഷ്ടശക്തിയെക്കുറിച്ചും അതിനുണ്ടെന്ന് വിശ്വസിക്കുന്ന ദുരന്തശക്തിയെക്കുറിച്ചുമാണ് പറയുന്നത്. ഈ കഥകൾക്ക് സ്വതന്ത്രമായി തെളിവുകളൊന്നുമില്ല എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ കഥകൾ ഒരു മുന്നറിയിപ്പായി മാത്രം കാണുന്നതാണ് നല്ലത്.